പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര ഉടൻ ആരംഭിക്കും. ഫ്ളാഗ് ഓഫ് പരിപാടികൾ പൂർത്തിയായി. കലോത്സവത്തിന്റെ കലവറ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിനകം സന്ദർശിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇത്തവണയും നോൺ വെജ് ഭക്ഷണം ഉണ്ടാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. പ്രതികരണം കാണാം. കലാപരിപാടിക്ക് വേണ്ടെന്നുള്ള നിലയിലുള്ള പുതിയ അതാണ് തീരുമാനം. സൗകര്യങ്ങളും കുട്ടികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ പ്രശ്നം നടത്തുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ചെന്ന് കണ്ട് ഇതെല്ലാം ബ്രീഫ് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ സംതൃപ്തനാണ്. മാനുവൽ പ്രകാരമേ മത്സരം നടക്കുകയുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് ആര് പെരുമാറിയാലും മാനുവലിൽ പറയുന്ന നടപടിക്ക് വിധേയമാണ്. നമുക്കൊപ്പം സുനിഷ അയല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ അയല്ലൂർ വിളംബര ഘോഷയാത്രയ്ക്കൊപ്പമാണ് ഉള്ളത്. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇത്തവണത്തെ കലോത്സവം കളറാകുമല്ലേ? ഉറപ്പായിട്ട് വരുൺ, ഹാപ്പി ന്യൂ ഇയർ. ഈ പറഞ്ഞതുപോലെ പുതുവർഷം അങ്ങനെ ഇതുപോലെ കലോത്സവത്തിന്റെ കലാമാമാങ്കമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. ആവേശം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രോഫി ഇങ്ങനെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്താൻ നാളെ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുവരെ ഈ ആവേശത്തിൽ ഒട്ടും കുറവില്ല. ഇവിടെ ബാൻഡ് മേളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇങ്ങനെ ഓരോ വേദികളിലും സഞ്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. പ്രധാനമായും ഇന്ന് നടക്കുന്ന ഈ ഘോഷയാത്ര അത് ഹരിത കലോത്സവം എന്നൊരു ആശയം പറഞ്ഞുകൊണ്ടാണ്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവമാണ് 2025 നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അത് എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഇന്നൊരു പക്ഷേ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഹരിത പ്രോട്ടോകോൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം കലോത്സവത്തിൽ എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ വേദികളുമായി തലസ്ഥാന നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു വിളംബര ഘോഷയാത്ര ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നഗരസഭയിൽ നിന്ന് ആരംഭിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓരോ വേദികൾ, പ്രധാന വേദിയായ MT നിള എന്ന വേദിയുണ്ട്. അതാണ് സെൻട്രൽ സ്റ്റേഡിയം. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. അതിനുശേഷം അടുത്ത വേദിയായ വഴുതക്കാട്, അങ്ങനെ ഓരോ വേദികളിലേക്കും സഞ്ചരിച്ചുകൊണ്ട് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഏതായാലും ഇവിടെ ഒരുപാട് പ്രോട്ടോകോൾ ഈ വോളണ്ടിയേഴ്സ് ഉണ്ട്. 250ഓളം വോളണ്ടിയേഴ്സ്മാരെ ഈ വലിയ രീതിയിൽ തന്നെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ നമ്മളോട് കൂടിയുണ്ട്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ നമ്മളോട് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ കലോത്സവം ഹരിത പ്രോട്ടോകോൾ ആക്കാം? ഈ കലോത്സവം എന്തുകൊണ്ടും വ്യത്യസ്തതയാർന്നതാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ് ഈ 63ാമത് സംസ്ഥാന കലോത്സവം വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നു മുതൽ ഒരാഴ്ച കാലത്തേക്ക് നമ്മുടെ സംസ്ഥാനം വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുകയാണ്. ഈ രണ്ട് പ്രത്യേകതകൾ കൊണ്ടും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് ഈ കലോത്സവം ഒരു ഹരിതോത്സവമാക്കി മാറ്റാനാണ് തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷന്റെ ഉദ്യമം. അതിനുവേണ്ടി ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺമാരുണ്ട്. പിന്നെ നമ്മളോടൊപ്പം പ്രോഗ്രാം ഓഫീസറുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഓഫീസ് എൻ്റെ ഈ കലോത്സവത്തിലേക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും അതാതിന്റെ ബില്ലുകളിൽ നിക്ഷേപിച്ചും പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കണം. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമുക്ക് ഈ കലോത്സവം പൂർണ്ണമായിട്ടും ഹരിത സൗഹൃദമാക്കി മാറ്റാൻ ശ്രമിക്കുക.